പോട്ടി എവിടെയാ അത്? ഞാനിപ്പോൾ സ്ഥിരമായിട്ട് കേൾക്കുന്ന ചോദ്യമാണ്, എങ്ങനെയാണ് 18 മാസം ആയപ്പോൾ തന്നെ മോനെ പോട്ടി ട്രെയിനിങ് ചെയ്തെടുത്തത് എന്നുള്ളത്. അപ്പോൾ ഞാനിന്ന് ഷെയർ ചെയ്യാൻ പോകുന്നത് എൻ്റെ ജേണിയെ പറ്റിയിട്ടാണ്. മോൻ ആക്ച്വലി C-സെക്ഷൻ ആയിരുന്നു. ഡെലിവറിക്ക് മുന്നേ ഞാനും ഹസ്ബൻഡും പ്ലാൻ ചെയ്തിരുന്നത് ഡയപ്പർ യൂസ് ചെയ്യില്ല, ക്ലോത്ത് മാത്രമേ യൂസ് ചെയ്യുള്ളൂ, നമുക്ക് ഡയപ്പർ വേണ്ട എന്നുള്ളതായിരുന്നു. പക്ഷേ നമുക്ക് വിചാരിക്കുന്ന പോലെയല്ല കാര്യങ്ങൾ പോയത്. ഹെൽപ്പിന് ആളില്ലായിരുന്നു. അപ്പോൾ മോനാണെങ്കിൽ ഹെവി വെക്ടറായിരുന്നു. ഒരു 15 to 30 മിനിറ്റ്സിൽ തന്നെ ആളിങ്ങനെ യൂറിൻ പാസ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ അവന് ഉറങ്ങാൻ പറ്റുന്നില്ല എന്നുള്ള സ്ഥിതി വന്നപ്പോൾ ഞങ്ങൾ ഡയപ്പർ തന്നെ മേടിച്ചു, ഡയപ്പർ തന്നെ യൂസ് ചെയ്ത് തുടങ്ങി. അതൊരു 6 മന്ത്സോളം അങ്ങനെ തന്നെ പോയി. അത് കഴിഞ്ഞപ്പോൾ ഞാൻ പതുക്കെ ഡയപ്പേഴ്സിൽ നിന്ന് മാറ്റിയിട്ട് ക്ലോത്ത് ഡയപ്പറിലോട്ട് ഷിഫ്റ്റ് ചെയ്ത് തുടങ്ങി. അപ്പോൾ അവന് കുറച്ചൊരു ഡയപ്പർ ഫ്രീ ടൈമും കിട്ടും. ഒരു ക്ലോത്ത് ഡയപ്പർ ആണല്ലോ, അങ്ങനെയുള്ള രീതിയിൽ ക്ലോത്ത് ഡയപ്പേഴ്സാണ് 6 മന്ത്സ് മുതൽ യൂസ് ചെയ്തത്. അത് കഴിഞ്ഞൊരു 9 മന്ത്സ് ആയപ്പോൾ നമുക്ക് കിടത്തിയിട്ട് കുഞ്ഞിന് ക്ലോത്ത് ഡയപ്പർ വെച്ച് ഇടാനുള്ളൊരു ബുദ്ധിമുട്ട് കാരണം ഞാൻ ഡയപ്പർ പാൻസിലോട്ട് മാറി. ക്ലോത്ത് തന്നെ ഡയപ്പർ പാൻസ് ആണ് പിന്നെ യൂസ് ചെയ്തത്. 9 മന്ത്സ് അത് കംഫർട്ടബിൾ ആയിരുന്നു. കുറച്ച് ഡ്രോബാക്സ് ഒക്കെ ഉണ്ടായിരുന്നു, എങ്കിലും കംഫർട്ടബിൾ ആയിരുന്നു. പിന്നെ അത് കഴിഞ്ഞൊരു 1 ഇയർ കഴിഞ്ഞു. 1 ഇയറൊക്കെ ആയി. അത് കഴിഞ്ഞപ്പോഴത്തേക്കും എന്ത് ചെയ്തു എന്ന് വെച്ചാൽ ഞാൻ കംപ്ലീറ്റ്ലി ഡയപ്പർ അങ്ങ് സ്റ്റോപ്പ് ചെയ്തു. ഡേ ടൈം കംപ്ലീറ്റ് എന്ന് പറഞ്ഞാൽ പതുക്കെയാണ് സ്റ്റോപ്പ് ചെയ്തത്. അത് ഡേ ടൈമിൽ ഡയപ്പർ യൂസ് ചെയ്യുന്നതിൻ്റെ എണ്ണം കുറച്ചു. അപ്പോൾ അതിൻ്റെ യൂറിന് പാസ് ചെയ്യുമ്പോൾ അത് നിലത്ത് തന്നെ പോകും, അല്ലെങ്കിൽ സ്റ്റൂൾ പാസ് ചെയ്യുമ്പോൾ എങ്ങനെയാണോ ഇട്ടിരിക്കുന്ന ഷോർട്സിലാണെങ്കിൽ അതിനുള്ളിൽ പോകും. പിന്നെ ഞങ്ങൾ ക്ലീൻ ചെയ്തെടുക്കലായിരുന്നു അങ്ങനെ. അപ്പോൾ കുറച്ച് പയ്യപ്പോൾ അങ്ങനെ ബുദ്ധിമുട്ടായി തുടങ്ങി. ഞാൻ തൊട്ട് മുന്നേ ഒരു പ്രോഡക്റ്റ് റിവ്യൂവിൽ പോട്ടീനെ പറ്റി പറഞ്ഞിട്ടുണ്ടായിരുന്നു. ലവ് ലാപ്പിൽ നിന്ന് വാങ്ങിയത്. ആക്ച്വലി ഞാൻ 9 മന്ത് ആയപ്പോൾ തന്നെ വാങ്ങിയതാണ്, പർച്ചേസ് ചെയ്തു. പക്ഷേ യൂസ് ചെയ്യുന്നുണ്ടായിരുന്നില്ല. അവനത് എന്താ ഐഡിയ എന്ന് പോലും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ പ്രത്യേകിച്ച് കുഞ്ഞിനെ ഫോഴ്സ് ചെയ്തതുമില്ലായിരുന്നു. അവൻ ടൈം എടുക്കട്ടെ എന്നുള്ളതായിരുന്നു. അപ്പോൾ ഒരു 1 മന്തൊക്കെ പതുക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും ആൾ ബാത്റൂമിലോട്ട് ചൂണ്ടി കാണിച്ചു തുടങ്ങി. നമ്മൾ ബാത്റൂമിൽ പോകുന്നത് എന്തിനോ എന്നുള്ളത് അവൻ ശ്രദ്ധിച്ചു തുടങ്ങുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇപ്പോൾ കറൻറ്റ്ലി 15 മന്ത്സ് ഒക്കെ കഴിഞ്ഞപ്പോൾ അതൊക്കെ പോട്ടി കാണിച്ചു തുടങ്ങി. അപ്പോൾ അവനിങ്ങനെ ക്യൂ പോലെ പോട്ടിന്ന് വാക്ക് അവൻ പഠിച്ചു, പോട്ടി യൂസ് ചെയ്ത് തുടങ്ങി. അപ്പോൾ ഇപ്പോൾ കംപ്ലീറ്റ്ലി ആൾ 18 മാസം കഴിഞ്ഞു. 18 മാസത്തിൽ പോട്ടിയാണ് യൂസ് ചെയ്യുന്നത്. സ്റ്റൂൾ പാസ് ചെയ്യും കംപ്ലീറ്റ്ലി പോട്ടി തന്നെയാണ് യൂസ് ചെയ്യുന്നത്. ആ സമയം മുഖത്തിൻ്റെ എക്സ്പ്രഷൻ മാറുമ്പോഴൊക്കെ ഞങ്ങൾ അതിൽ കൊണ്ട് ഇരുത്തും, അല്ലെങ്കിൽ ബാത്റൂമിലോട്ട് ആക്കുകയാണ് ചെയ്യുന്നത്. അല്ലെങ്കിൽ യൂറിൻ പറയും, അപ്പോൾ നമ്മൾ കൊണ്ടുപോവുകയാണ് ചെയ്യുന്നത്. വല്ലപ്പോഴും എക്സ്ട്രാ ഓർഡിനറിൽ ഏതെങ്കിലും ഒരു സമയത്ത് ആൾ കളിയിൽ മുഴുകി പോകുമ്പോഴൊക്കെ അല്ലാതെ യൂറിൻ പാസ് ചെയ്യുന്നുണ്ട്. പക്ഷേ സ്റ്റൂൾ ആൾ കൃത്യമായിട്ട് പറയുന്നുണ്ട്. പിന്നെ ഉറങ്ങുന്ന സമയത്താണ് ഇപ്പോൾ ഡയപ്പർ നമ്മൾ യൂസ് ചെയ്യുന്നത്. ഉറങ്ങുമ്പോൾ രാത്രി യൂസ് ചെയ്യുന്നുണ്ട്. ഇപ്പോഴും നന്നായിട്ട് യൂറിൻ പോകുന്നതാണ്. ഡയപ്പർ 2 വട്ടം എനിക്ക് രാത്രി എണീറ്റ് മാറ്റേണ്ടതായിട്ട് വരുന്നുണ്ട്. പക്ഷെ അല്ലാതെ ആൾ കംപ്ലീറ്റ്ലി ഡയപ്പർ ഇടാണ്ടാണ് ഇപ്പോൾ വീട്ടിൽ നടക്കുന്നത്. അപ്പോൾ എനിക്ക് ഒരു കാര്യം പറയാം, ഞാൻ എങ്ങനെയാണ് ഇത് അച്ചീവ് ചെയ്തത് എന്നുള്ളത് ഞാൻ വഴി അടുത്ത വീഡിയോസിൽ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഡു ഫോളോ ആൻഡ് സബ്സ്ക്രൈബ് ഫോർ മോർ വീഡിയോസ്. ബൈ.